പ്രത്യക്ഷീകരണങ്ങൾ എപ്പോഴും വരണത് സഭയുടെ അലാം ടൈമിലാണ് മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവ് കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ വേണ്ടി നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ 10 കൊല്ലത്തോളവും ഈ പ്രത്യക്ഷത്തെക്കുറിച്ച് വ്യാപകമായ രീതിയിൽ ആരോടും പറഞ്ഞില്ല. പറയാൻ്റെ കാരണം ഇതെന്തോ ചെപ്പിട പരിപാടിയാണ്, ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയുള്ള തരികിട പരിപാടി, എന്തോ പൊടിക്കൈ കാണിക്കുന്നതിനോട് ദൈവികമായ ഒരു ലക്ഷ്യം സാത്താൻ മനുഷ്യരിലൂടെ ആക്ഷേപിച്ച് അട്ടിമറിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സൈലൻസ് ആയിട്ട് പ്രെയർ ചെയ്യുന്നു. എനിക്കറിയത്തില്ല. ഞാൻ അമ്മയോട് പറയും, അമ്മ പ്രത്യക്ഷപ്പെട്ടത് എനിക്കറിയാം, പക്ഷേ ലോകത്തോട് നമ്മൾ അത് എങ്ങനെയാണ് പറയണത്? അങ്ങനെ 10 കൊല്ലത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ വാടിപ്പെട്ടി വന്ന്. അപ്പോൾ ഞാനുണ്ട്, വിജയകുമാർ സാറുണ്ട്, തങ്കച്ചനുണ്ട്, ഞങ്ങളുടെ ജനറൽ മാനേജർ സണ്ണിയുണ്ട്, ഞങ്ങളുടെ ഓഫീഷ്യൽസ് എല്ലാം ഉണ്ട്. ഇവർ വാടിപ്പെട്ടിയിൽ പോയി നേർച്ച ഇട്ട് പള്ളിക്കകത്ത് നേർച്ചയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് പള്ളിയുടെ വാതിക്കൽ ഒരാന്ത നിൽക്കുക. അപ്പോൾ വിജയകുമാർ സാർ വെച്ചാൽ അവിടെ ഒരു കുർബാന അടങ്ങാൻ പോകണം. ഇപ്പോൾ വാടിപ്പെട്ടി സങ്കേതം അടക്കും, അച്ഛൻ നേർച്ച ഇടുന്നില്ല ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കിവിടെ കയറാൻ അനുവാദമില്ല. ഞാൻ 1000 രൂപ എടുത്തിട്ട് എൻ്റെ പോക്കറ്റിൻ്റെ അടുത്ത് സാറിന് കൊടുത്ത്, സാറ് കൊണ്ട് നേർച്ചയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അമ്മ എന്നോട് പറഞ്ഞ ആ സമയം തോന്നിച്ചത്, നിൻ്റെ മുമ്പിൽ ഇതിനേക്കാൾ വ്യക്തവും കൃത്യവുമായിട്ട് ഞാൻ പ്രത്യക്ഷപ്പെട്ടത്, എന്നിട്ട് നീ ഇതുവരെ ഒന്നും ചെയ്തില്ല, നിനക്കത് ഒത്തിരി കടമാകുന്നു. ഞാൻ മരിച്ചാൽ എനിക്കത് കടമാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും നാൾ ചെയ്ത പുണ്യപ്രവൃത്തികളും സുവിശേഷ വേലയും എല്ലാം മീനിങ്ലെസ് ആയി പോകണം. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ഉടനെ സങ്കടപ്പെട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ പുറത്ത് പറയാനും പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റത്തില്ല. ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ അമ്മ എനിക്ക് പ്രാർത്ഥന തന്നു. അമ്മ ദശവത്സര പ്രാർത്ഥന എന്ന് പറയും. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. ഞാനത് കൊണ്ടുപോയി മനസ്സിലിട്ടിട്ട് നാട്ടിൽ കൊണ്ടുപോയി 10,000 കോപ്പി അടിച്ച് എന്നിട്ട് മലയാറ്റൂർ ഇറങ്ങി വരുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ പ്രേക്ഷകരിലൂടെ ഞാൻ വിതരണം ചെയ്തു. അവർ 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് വിജയകുമാർ സാറും കൂടി ഞങ്ങൾ വേളാങ്കണ്ണി നിൽക്കുമ്പോൾ 90 കൊന്തയല്ലേ, അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞ് സാറിനോട് പറഞ്ഞ് എഗ്രിമെൻ്റ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ അത് എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണ്. അതുകൊണ്ട് ഈ അമ്മ അന്ന് മുതലാണ് ഉടമ്പടി. പിന്നീട് ഉടമ്പടിയിലുള്ള മൊത്തം സാറിനോട് എഗ്രിമെൻ്റ് എന്ന് പറയുന്നു, ബാക്കിയുള്ള ടോട്ടൽ സംഭവങ്ങൾ അമ്മ 72 മണിക്കൂറിനുള്ളിൽ നിന്ന് കാണുന്ന ഉടമ്പടിയിലുള്ള എല്ലാ വിഷയങ്ങളും, അതിൻ്റെ നേരത്തെ വസ്തുക്കൾ, അതിൻ്റെ തിയോളജി, അതിൻ്റെ സുവിശേഷപരത, അതിൻ്റെ പ്രായോഗിക സാക്ഷ്യങ്ങൾ, എല്ലാ വിഷയങ്ങളും അത് 72 മണിക്കൂറിൽ തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ ഇരിക്കുമ്പോൾ പുസ്തകം എഴുതാൻ നേരത്ത് തോന്നിയതും. പിന്നീട് അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും എന്നാണ് ആ പ്രാർത്ഥന കിടക്കുന്നത്. അതുകൊണ്ട് കൃപാസനത്തിനാണ് ഈ ഉടമ്പടിയിൽ ദൈവം ഉദ്ദേശിക്കുന്നത്.